ഇതാണ് നമ്മുടെ പുതിയ വണ്ടിയുടെ അവസ്ഥ. ഈ ഷീറ്റൊക്കെ ഇങ്ങനെ ലൂസായി കിടക്കണേണ് കണ്ട. ഇത് നമ്മൾ വലിച്ചടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ വന്നേക്കണമെന്ന് അപ്പോൾസറി ചെയ്യാൻ വേണ്ടി ഈ ലോഹ പോലെ കിടക്കണ വണ്ടിയുടെ ഷീറ്റ് നമുക്കൊന്ന് വലിച്ചടിക്കണം. ഇതിനെ പറയുന്ന പേരാണ് പടുത. മഴക്കാലം വരുമ്പോൾ നമുക്ക് വെള്ളം വരാതിരിക്കണം. ഇവിടെയും ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചെയ്യാനുണ്ട്. ഇത് ചെയ്യണേക്കാളും മുന്നേയുള്ള അവസ്ഥയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഈ മിറർ നമ്മൾ മാറ്റിയാണ് കേട്ടോ. ഞാൻ പറയാം വിശേഷങ്ങളൊക്കെ. ഹലോ, എൻ്റെ എല്ലാ ചങ്കുകൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പിന്നെ അതുകൂടാണ്ട് എൻ്റെ പുറയിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ. ഇത് ഏത് സ്ഥലമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ളതാണ്. വരാപ്പുഴ കഴിഞ്ഞ് വരാപ്പുഴയിൽ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മനോഹരമായ സ്ഥലം. കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ ഈ പാടമൊക്കെ നികന്ന് വില്ലകളും ഫ്ലാറ്റുകളൊക്കെ ആയി മാറാം. നോക്കിയേ, ഓ എന്താ കാറ്റ്. മറ്റേ പാട്ട് വരും, ഓകാതെ അയ്യ, നല്ല കാറ്റ്. കുറച്ചേരം ആസ്വദിക്കട്ടെ ഞാൻ ഈ കാറ്റ്. ഉറങ്ങിപ്പോ, നിന്നുറങ്ങാം നമുക്ക്. എന്താ വാ, ഫാനിലുണ്ടാവില്ല ഇത്രയും കാറ്റ്. അയ്യോ സോറി ഏട്ടാ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ പേരാണ്. പേരിടുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ പേര് രക്ഷകൻ, ദ സേവിയർ എന്നാണ് അറിയപ്പെടുന്നത്. രക്ഷകനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, പ്രതീക്ഷയാണ്, എല്ലാമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് രക്ഷകൻ എന്നുള്ള പേരിട്ടു. അതുകൂടാണ്ട് അതിനോടൊപ്പം എന്താ പറയുക, സൈഡിലുള്ള നമ്പർ പ്ലേറ്റുകൾ പഞ്ച് ചെയ്തു. ഇപ്പുറത്തുണ്ട്, അതുകൂടാണ്ട് ഇപ്പുറത്തുണ്ട്. ഈ 2 നമ്പർ പ്ലേറ്റും രക്ഷകൻ എന്നുള്ള പേരടിച്ചു. അതുകൂടാണ്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒരു കൂൾ ഫില്ലിങ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഏകദേശം കോസ്റ്റ് വന്നത് ഏകദേശം 2100 രൂപയായി. പേരിടാനും പേരിടുന്ന സ്റ്റിക്കർ, രക്ഷകൻ എന്നുള്ള സ്റ്റിക്കർ, ഉള്ളിൽ കൂൾ ഫില്ലിങ്, 2 നമ്പർ പ്ലേറ്റും ഉൾപ്പെടെ 2100 രൂപ ചിലവായി. അതുകൂടാണ്ട് നമ്മൾ 2 മിറർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ കമ്പനിക്ക് വരുന്ന മിറർ നമുക്ക് നല്ല വിസിബിൾ അല്ല. അപ്പോൾ ഇത് 2 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് 2 കൂടി ഏകദേശം 1000 രൂപ ആയിട്ടുണ്ട്. പിന്നെ പ്ലസ് മെയിൻ കാര്യം നമ്മൾ ഈ വണ്ടിക്കകത്ത് ചെയ്തതെന്ന് വെച്ചാൽ, വണ്ടിയിൽ വരുന്ന അപ്പോൾസറി അത് ചുമ്മാ എന്താ പറയുക, പടുതാന്ന് പറയും, അത് ചുമ്മാ ലൂസായി കിടന്നേച്ചാണ്. ഇത് നമ്മൾ ഒന്ന് വലിച്ച് കെട്ടി. അതുകൂടാണ്ട് മഴ വരുമ്പോൾ അകത്തോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഈ ഒരു പടുത, സൈഡിലുള്ള 2 പടുതയും കൂടി ആ ഓപ്പോസിറ്റ് സൈഡും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ പുറമേ ഉള്ള കോലം. നോർമലായിട്ടാണ് നമ്മളെല്ലാം ചെയ്തേക്കണം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം വലിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബീഡിങ് അവർ വെച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഉള്ളിലോട്ട് വരുമ്പോൾ അവരൊരു കൂളിംഗ് ഫിലിം ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കണത്. കണ്ട, കൂളിംഗ് ഫിലിം ഇട്ടിട്ടാണ് ചെയ്തേക്കണത്. സീറ്റൊക്കെ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത അത് സീറ്റുകൾ തന്നെ, നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് വണ്ടിക്കുള്ള അപ്ഡേഷൻ. അപ്പോൾ ഈ പടുത ചെയ്തതിന് ഏകദേശം 3000 രൂപ, പിന്നെ മിറർ ചെയ്തതിന് ഏകദേശം 1000 രൂപ, പിന്നെ സ്റ്റിക്കർ വർക്ക്, അതായത് നമ്മുടെ വണ്ടിയുടെ പേരും 2 നമ്പർ പ്ലേറ്റും പിന്നെ ഉള്ളിലെ കൂളിംഗ് ഫിലിം ഉൾപ്പെടെ ഏകദേശം 2100 രൂപ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 6000-6500 റേഞ്ചിൽ മാത്രം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. ഇനിയാണ് വണ്ടിയുടെ മെയിൻ പണി. ഫുൾ ബോഡി വർക്ക് ചെയ്യണം, നല്ല അപ്പോൾസറി, നല്ല സീറ്റ് വർക്കൊക്കെ ചെയ്യണം. ഏകദേശം 45-50-60 രൂപയോളം റേറ്റൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇനിയുള്ള അപ്ഡേഷൻ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേഷൻ കാണാം. പിന്നെ വണ്ടി എടുത്തിട്ട് 2 വർച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സർവീസ് ആവാറായി. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ വീഡിയോസ് 1 by 1 ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവർ ഓളായിട്ടുള്ള വ്യൂ. ഇതാണ് നമ്മുടെ വണ്ടി. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രാച്ച്.
റൈറ്റ് സൈഡിലെ ഡോറ് കംപ്ലീറ്റ് സ്ക്രാച്ചായി. അതുകൂടാണ്ട് 2 ഓട്ടോറിക്ഷ തമ്മിൽ വരഞ്ഞതാണ്. നമ്മുടെ വണ്ടിയും ഓപ്പോസിറ്റ് വന്ന വണ്ടിയും കൂടി ഒരുമിച്ച് വരഞ്ഞ ഒരു ഇതാണ് ഈ പാടാണ് ഈ കാണുന്നത്. അങ്ങനെ സ്ക്രാച്ചായി. അതൊരു സങ്കടമായി, എന്ത് പറയാനാണ്. അതങ്ങനെ സ്ക്രാച്ചായി. പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകെ തന്നെ നമ്മുടെ വീട്ടിൽ വണ്ടി ഞാൻ വിളിച്ചപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ കൊണ്ട് ഇവിടെ ഒന്ന് സ്ക്രാച്ചായി. അങ്ങനെ സ്ക്രാച്ചസൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ വേറെ എന്താണ്, ഫ്യൂവൽ ഗേജ് ഇതും ഏകദേശം സൈഡിൽ വരഞ്ഞിട്ട് ഇതും വളഞ്ഞിരിക്കുന്നതാണ്. വണ്ടിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ വെളിയിൽ പോവും. ഇതും കൂടി ആയപ്പോൾ പൂർത്തിയായി. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വീഡിയോസിൻ്റെ എന്താ പറയുക നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ യൂബറാണ് ഓടിക്കുന്ന, യൂബറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വരും ദിവസങ്ങളിൽ. എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നശിപ്പിക്കേണ്ടല്ല എന്ന് ഓർത്തിട്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ഓവറുള്ള വ്യൂ. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വണ്ടി, നമ്മുടെ രക്ഷകൻ നമ്മുടെ കൂടെയുണ്ട്. വരും ദിവസങ്ങളിൽ ഇവൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. ഇന്നിപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ലൈഫിൽ. അപ്പോൾ നമ്മുടെ സംരംഭമാണ്. ഇവനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൂടാണ്ട് എൻ്റെ പുറകെ നിന്നുള്ള മനോഹരമായ ഒരു വ്യൂവും. ഇത് ഏതാ സ്ഥലം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മറക്കരുത്, പരാപ്പുഴയിൽ നിന്ന് 6-7 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ മനോഹരമായ സ്ഥലത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, അത് മറക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിടിലോസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മറ്റാരും നിങ്ങൾ സ്വന്തം സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.